നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കെ ഗോപിനാഥ് അനുസ്മരണവും അവാർഡ് ദാനവും പ്രസ് ക്ലബ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. പോലീസ് മുൻ IG S ഗോപിനാഥ് IPS ഉദ്ഘാടനവും അവാർഡ് ദാനവും നിർവഹിച്ചു. കൈകാലുകൾ ബന്ധിച്ച് വേമ്പനാട്ട് കായൽ നീതി കടന്ന് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ 7ാം ക്ലാസ് വിദ്യാർത്ഥി അഫ്സൽ റിയാനെ ആന്റണി ജോൺ MLA അനുമോദിച്ചു. തൊടുപുഴ താലൂക്ക് NSS യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധ കരയോഗത്തിലെ അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കരുമണ്ണൂർ മേഖലാ സമ്മേളനം നടത്തി. NSS ഡയറക്ടർ ബോർഡ് മെമ്പറും പൊൻകുന്നം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് MS മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. വെൺമണി പട്ടയക്കുടി പഞ്ചമല ദേവസ്വം ഭഗവതി മഹാദേവ ക്ഷേത്രത്തിൽ 3 ദിവസങ്ങളിലായി നടത്തിവന്ന ഉത്സവാഘോഷം സമാപിച്ചു. KPSTA കോതമംഗലം വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഇടുക്കി പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ KP ഗോപിനാഥ് അനുസ്മരണവും അവാർഡ് ദാനവും പ്രസ് ക്ലബ് ഹാളിൽ നടന്നു. പോലീസ് മുൻ IG S ഗോപിനാഥ് IPS ഉദ്ഘാടനവും അവാർഡ് ദാനവും നിർവഹിച്ചു. KP ഗോപിനാഥിന്റെ പേരിൽ ഏർപ്പെടുത്തിയ 2024 മാധ്യമ പുരസ്കാരം മലയാള മനോരമ മലപ്പുറം യൂണിറ്റ് സീനിയർ സബ് എഡിറ്റർ T അജീഷിന് സമ്മാനിച്ചു. ഇടുക്കി പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ KP ഗോപിനാഥ് അനുസ്മരണവും അവാർഡ് ദാനവും പ്രസ് ക്ലബ് ഹാളിൽ നടന്നു. പോലീസ് മുൻ IG S ഗോപിനാഥ് IPS ഉദ്ഘാടനവും അവാർഡ് ദാനവും നിർവഹിച്ചു. പൊതുപ്രവർത്തനവും മാധ്യമ പ്രവർത്തനവും സമന്വയിപ്പിച്ച് ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച വ്യക്തിത്വമായിരുന്നു KP ഗോപിനാഥനെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടുക്കിയുടെ വികസനത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അനുസ്മരിച്ചു. മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ ഒരു വിദ്യാർത്ഥി നേതാവ് എന്ന് തന്നെ വേണം പറയാൻ. കോളേജ് യൂണിയൻ്റെ ഭാരവാഹിയായിരുന്നു. കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി പങ്കെടുത്തിരുന്നയാളാണ്. ഇപ്പോഴും ഓർക്കും അവിടുത്തെ നാടക മത്സരത്തിലും വാർഷിക കോളേജിൻ്റെ ദിനാഘോഷത്തിൻ്റെ വാർഷികത്തിലുമൊക്കെ നമ്മളോടുള്ള പെരുമാറ്റം അത്രത്തോളം ഹൃദ്യമാണെങ്കിൽ മാത്രമേ നമുക്കല്ലേ ഒരു ആരോടും അടുക്കാനൊക്കെ നമുക്കൊരു ആശങ്കയായിരിക്കും. പക്ഷേ വളരെ എപ്പോഴും ചിരിച്ച് വളരെ സൗമ്യമായി ഇടപെടുന്ന ഒരു മുതിർന്ന സഹോദരനെയാണ് ഞാൻ കോളേജിൽ വെച്ച് കാണുന്നത്. അന്ന് ഞങ്ങൾ കുറച്ച് സ്പോർട്സിൻ്റെയൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഇവരുടെ യൂണിയൻ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ഇവർ ഇടപെടുമ്പോഴൊക്കെ വലിയ പ്രോത്സാഹനം തന്ന ആളാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്, പത്രപ്രവർത്തകനായിട്ട് എന്നെ പ്രൊജക്റ്റ് ചെയ്തിട്ടൊക്കെ ഒരു കരുത്തുള്ള പേനയൊന്നും ഗോപിനാഥൻ്റെ കയ്യിലില്ലാന്ന് 73 കാര്യം ഞാൻ പറയുന്നത്, 1973. അത് കഴിഞ്ഞ് ഇടുക്കി പ്രസ് ക്ലബിൽ പറയേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇടുക്കി ജില്ല രൂപീകരിച്ചിട്ട് ആദ്യത്തെ സംസ്ഥാന വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് തൊടുപുഴ വെച്ചിട്ടാണ്. അന്ന് തൊടുപുഴയിൽ വെച്ച് ഇടുക്കി ജില്ല ജേതാക്കളാവുകയും അന്ന് മുതൽ അവസാന കാലം വരെ പിന്നീട് പത്രപ്രവർത്തകനായി KP ഗോപിനാഥിനെ എനിക്ക് നന്നായി അറിയാം. തുടർന്ന് KP ഗോപിനാഥന്റെ പേരിൽ ഏർപ്പെടുത്തിയ 2024 മാധ്യമ പുരസ്കാരം IG S ഗോപിനാഥ് IPS മലയാള മനോരമ മലപ്പുറം യൂണിറ്റ് സീനിയർ സബ് എഡിറ്റർ T അജീഷിന് സമ്മാനിച്ചു. 10,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് അവാർഡ്. മലയാള മനോരമയിൽ ഞാൻ കഴിഞ്ഞ വർഷം എഴുതിയ ഷബ്ന എന്ന് പറഞ്ഞ ഒരു ആനപ്പാപ്പാനെ കുറിച്ചുള്ള സ്റ്റോറിക്കാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. ഷബ്ന MBBS കഴിഞ്ഞ് ദുബായിൽ ജോലി ചെയ്യുമ്പോഴാണ് ആനയോട് സ്നേഹം കൂടിയിട്ട് ഒറ്റപ്പാലത്തും വൈക്കശ്ശേരി മനയിൽ വന്ന് ആനയെക്കുറിച്ച് പഠിക്കുന്നതും ആനപ്പാപ്പാനായി മാറുന്നു. മലപ്പുറം ജില്ലയിലെ ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്നാണ് ഈ ഷബ്ന വരുന്നത്. അതും ആദ്യമായിട്ടൊരു ലേഡി ഈ ഫീൽഡിലേക്ക് വരുന്നതൊക്കെ ആയിരുന്നു എന്നെ ആ സ്റ്റോറിയിലേക്ക് ആകർഷിച്ചത്. 3 വർഷം ഈ സ്റ്റോറി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പിന്നാലെ നടക്കേണ്ടി വരും. കാരണം ഓരോ സമയത്ത് കാണാൻ എന്ന് പറയുമ്പോഴും ഈ കുട്ടിക്ക് കാണാൻ പറ്റില്ല.
ആ സമയത്ത് നോർത്ത് ഈസ്റ്റിൽ എവിടെയെങ്കിലും ആനയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടി വരും. വെറും ഒരു ആനപ്പാപ്പാൻ മാത്രമല്ല, ആനയെക്കുറിച്ച് പഠിക്കുക കൂടി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് കാണാൻ ആ സ്റ്റോറി കിട്ടാൻ വൈകിപ്പോയി. അപ്പോൾ ആ സ്റ്റോറിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയത് വളരെയധികം സന്തോഷമുണ്ട്. പ്രസ് ക്ലബ് ജോയിന്റ് സെക്രട്ടറി PK ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ സെക്രട്ടറി MJ ബാബു ആശംസകൾ അർപ്പിച്ചു. P ഗോപിനാഥിന്റെ സഹപ്രവർത്തകർ, കുടുംബാംഗങ്ങൾ, മാധ്യമപ്രവർത്തകർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രസ് ക്ലബ് സെക്രട്ടറി ജെയിംസ് വാട്ടുപള്ളിയിൽ സ്വാഗതവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഖിൽ സഹായി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 3ാം അംഗത്തിനൊരുങ്ങി ഡീൻ കുര്യാക്കോസ്. പീരുമേട് നിയോജക മണ്ഡലത്തിൽ തന്റെ പ്രഥമ പ്രചരണ പരിപാടികൾ ആരംഭിച്ചു. ഇലക്ഷൻ പ്രചാരണ പരിപാടികൾക്ക് മുന്നോടിയായി UDF പീരുമേട് നിയോജക മണ്ഡലം തല നേതൃത്വ യോഗം പീരുമേട് MBG ഹാളിൽ നടന്നു. ഇത്തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ നിന്നുമുള്ള UDF സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇടുക്കിയുടെ സ്വന്തം DK എന്നറിയപ്പെടുന്ന അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ പീരുമേട് നിയോജക മണ്ഡലം തല ഇലക്ഷൻ പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായത്. 2ാം അംഗത്തിലും ഇടുക്കിയിൽ UDFന് മികച്ച വിജയം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഇത്തവണയും മത്സര രംഗത്തെത്തിയിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ പ്രചരണാർത്ഥമാണ് UDF പീരുമേട് നിയോജക മണ്ഡലതല നേതൃയോഗം പീരുമേട് APJ ഹാളിൽ സംഘടിപ്പിച്ചത്. യോഗത്തിന് മുന്നോടിയായി UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പ്രകടനത്തോടുകൂടിയാണ് നേതൃയോഗത്തിന് തുടക്കമായത്. തുടർന്ന് നടന്ന UDF പീരുമേട് നിയോജക മണ്ഡലം നേതൃയോഗം KPCC അംഗം റോയ് K. പൗലോസ് ഉദ്ഘാടനം ചെയ്തു. UDF ജില്ലാ കൺവീനർ ആന്റണി ആലഞ്ചേരി അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, UDF നേതാക്കളായ പ്രൊഫസർ MJ ജേക്കബ്, ഇബ്രാഹിംകുട്ടി കല്ലാർ, അഡ്വക്കേറ്റ് സിറിയക് തോമസ്, തങ്കപ്പൻ L, രാജൻ, ബിജു പോൾ തുടങ്ങിയവർ നേതൃയോഗത്തിൽ പ്രസംഗിച്ചു. തുടർന്ന് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. നേതാക്കളായ റോബിൻ കാരക്കാട്, ഷാജി പൈനാടത്ത്, പൊടിപ്പാറ R. ഗണേശൻ, അബ്ദുൾ റഷീദ്, ശാന്തി രമേശ്, സാബു വേങ്ങവേലിൽ, ചന്ദ്രശേഖരൻ, ആന്റണി കുഴിക്കാട്ട് തുടങ്ങിയവർ നേതൃയോഗത്തിനും പ്രകടനത്തിനും നേതൃത്വം നൽകി. തുടർന്ന് UDF പീരുമേട് നിയോജക മണ്ഡലം തല ഇലക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട്. കൈകാലുകൾ ബന്ധിച്ച് വേമ്പനാട്ട് കായൽ നീന്തി കടന്ന് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ 7ാം ക്ലാസ് വിദ്യാർത്ഥി അഫ്സർ ദിയാനെ ആന്റണി ജോൺ MLA അനുമോദിച്ചു. രാവിലെ 8 മണിക്ക് ആലപ്പുഴ ചേർത്തല വടക്കുംകര അമ്പലക്കടവിൽ നിന്ന് നീന്തൽ ആരംഭിച്ച് കോട്ടയം വൈക്കം ബീച്ച് വരെയുള്ള 7 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കിയാണ് റെക്കോർഡ് കരസ്ഥമാക്കിയത്. ജനപ്രതിനിധികളും കുടുംബാംഗങ്ങളും സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ നിരവധി വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്തു. കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബ് നീന്തൽ കേന്ദ്രത്തിന്റെ പരിശീലകൻ ബിജു തങ്കപ്പന്റെ ശിക്ഷണത്തിലാണ് അഫ്സർ ദിയ നീന്തൽ ആരംഭിച്ചത്. കഴിഞ്ഞ 5 മാസമായി കൈകൾ ബന്ധിച്ച് മൂവാറ്റുപുഴ മാനമീൻ ആറ്റിലായിരുന്നു പരിശീലനം നടത്തിയിരുന്നത്. രാവിലെ 8 മണിക്ക് ആലപ്പുഴ ചേർത്തല വടക്കുംകര അമ്പലക്കടവിൽ നിന്ന് നീന്തൽ ആരംഭിച്ച് കോട്ടയം വൈക്കം ബീച്ച് വരെയുള്ള 7 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കിയാണ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് കരസ്ഥമാക്കിയത്. കോതമംഗലത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ ആന്റണി ജോൺ MLA അഫ്സർ ദിയാനെ അനുമോദിച്ചു. അസ്ഫർ ദിയാൻ എന്ന 7ാം ക്ലാസ് വിദ്യാർത്ഥി അദ്ദേഹത്തിന്റെ വിജയകരമായ പര്യടനം, സാഹസിക യാത്ര പൂർത്തിയാക്കിയ വൈക്കത്ത് എത്തിച്ചേർന്ന അദ്ദേഹത്തെ അനുമോദിക്കുവാനുള്ള സമ്മേളനം ആരംഭിക്കുകയാണ്. അസ്ഫർ ദിയാൻ എന്ന 7ാം ക്ലാസ് വിദ്യാർത്ഥി അദ്ദേഹത്തിന്റെ വിജയകരമായ പര്യടനം, സാഹസിക യാത്ര പൂർത്തിയാക്കിയ തൊടുപുഴ ദി വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഫ്സർ ദിയാൻ. കോതമംഗലം സ്വദേശി വെള്ളക്കാമറ്റം ബിനില, അമീൻ എന്നിവരാണ് മാതാപിതാക്കൾ. അനുമോദന ചടങ്ങിൽ ജനപ്രതിനിധികളും കുടുംബാംഗങ്ങളും സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ നിരവധി വ്യക്തികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഭാരതീയ ദളിത് കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് പ്രസിഡന്റായി M. ശേഖരൻ ചുമതലയേറ്റു. പാമ്പനാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു.
ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടനയാണ് ദേശീയ ദളിത് കോൺഗ്രസ്. സംഘടനയുടെ സംസ്ഥാനതല നേതൃമാറ്റങ്ങൾക്കൊപ്പമാണ് ഭാരതീയ ദളിത് കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് കമ്മിറ്റിയിലും നേതൃമാറ്റം നടന്നത്. ഭാരതീയ ദളിത് കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട എം ശേഖരന്റെ സ്ഥാനാരോഹണ ചടങ്ങാണ് പാമ്പനാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ സെക്രട്ടറി മണിമേഖല അധ്യക്ഷയായിരുന്ന സ്ഥാനാരോഹണ ചടങ്ങ് ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന രാഹുൽ ഗാന്ധിയെയാണ് നമ്മൾ കണ്ടത്. തന്റെ അടുക്കൽ വരുന്ന ഒരാളെയും അദ്ദേഹം നിരാകരിക്കുന്നില്ല. ഏതെങ്കിലും ഒരു വ്യത്യസ്ത PRINCയുടെ അവർ എഴുതി കൊടുക്കുന്നതനുസരിച്ച് വാർത്തകൾക്കും തുല്യനീതി ഉറപ്പാക്കണം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല ഭരണകൂടങ്ങൾ അവരുടെ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് എന്നതാണ്. അപ്പോൾ ആ നീതി നടപ്പിലാക്കാൻ, ന്യായം നടപ്പിലാക്കാൻ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന സങ്കല്പവുമായിട്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ദളിത് കോൺഗ്രസ് ആ ഒരു തരത്തിൽ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വിഭാഗങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരെ എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. അതിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ശക്തി പകരുന്ന കാര്യത്തിൽ സംശയമില്ല. ഭാരതീയ ദളിത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് PS അജി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജാറാം, മുൻ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ, DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സിറിയക് തോമസ്, ഷാജി പൈനാടത്ത്, R ഗണേശൻ, PA അബ്ദുൾ റഷീദ്, PK ചന്ദ്രശേഖരൻ ശാന്തി, രമേശ് PK, രാജൻ ഷാൻ അരുവിപ്ലാക്കൽ, M ഉദയസൂര്യൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. ദളിത് വിഭാഗങ്ങൾക്ക് വില്ലേജ് ഓഫീസുകളിൽ നിന്നും ജാതി സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാകുന്നതിനുള്ള തടസ്സങ്ങൾ സംബന്ധിച്ച് യോഗത്തിൽ ചർച്ച ചെയ്തതിന് ശേഷം ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകളിലേക്ക് ദളിത് കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുവാനും യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, പീരുമേട്. തൊടുപുഴ താലൂക്ക് NSS യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധ കരയോഗത്തിലെ അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കരിമണ്ണൂർ മേഖലാ സമ്മേളനം നടത്തി. NSS ഡയറക്ടർ ബോർഡ് മെമ്പറും പൊൻകുന്നം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് MS മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ താലൂക്ക് NSS യൂണിയന്റെ നേതൃത്വത്തിൽ യൂണിയന്റെ കീഴിലുള്ള കോടിക്കുളം, ഇടവെട്ടി, ചാലങ്കോട്, ഉടുമ്പന്നൂർ, കരിമണ്ണൂർ, പൂമാല, ആലക്കോട് കരയോഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കരിമണ്ണൂർ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു. കരിമണ്ണൂർ NSS കരയോഗം ഹാളിൽ വെച്ച് NSS ഡയറക്ടർ ബോർഡ് മെമ്പറും പൊൻകുന്നം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് MS മോഹൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ചും യുവജനങ്ങൾ സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങേണ്ടതിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. ഭാരതത്തിൻ്റെ, കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാരിൽ ഒരുപാട് പേരുടെ പേര് പാറായിട്ടുണ്ട്. കേരളത്തിലെ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഇന്ന 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 എന്ന് പറയും. അവസാന നാമായിട്ട് പോലും ഭാരതകേസരി മന്നത്തുപ്രാൻ്റെ പേര് പറയാൻ ഒരാളുടെയും നാവ് പൊങ്ങാറില്ല. അത് മാത്രം പറയുമ്പോൾ എല്ലാവർക്കും ഭയമാണ് പറയാൻ. നമ്മളെന്നാ കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ലേ? ആർക്കെങ്കിലും സംശയമുണ്ടോ? അതാ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് ദേശീയതയിൽപ്പെട്ട ഒരു ആൾക്കാരെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് സ്വന്തം അമ്മയെ കൊണ്ട് ആ പാത്രം കഴിപ്പിച്ച് വെച്ച ഒരു ചരിത്രം ഇന്ന് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു തമാശയായിട്ട് തോന്നും. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ സ്വന്തം അമ്മയെ കൊണ്ട് അവർ ഒരുമിച്ച് ഒരു പന്തിയിലിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ആ പാത്രം അമ്മയെ കൊണ്ട് കഴിപ്പിച്ച് വെച്ച ഒരു പാരമ്പര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ക്ഷേത്രത്തിലെ പ്രവേശനമാക്കി എന്തുമായിക്കോട്ടെ, അങ്ങനെ എത്രയോ കാര്യങ്ങളതാ. ദേശീയത പറയുന്നു, എല്ലാവരും ദേശീയത പറയുന്നു. അതാ നമുക്ക് ദേശീയതയില്ല. ചൈന യുദ്ധം വന്നപ്പോഴേക്കും നമ്മളുള്ളതല്ല, സ്വർണവും പണവും എല്ലാം നമ്മുടെ അതിനുവേണ്ടി നമ്മൾ കൊടുത്ത ഒരു പാരമ്പര്യം നമ്മളെ സംബന്ധിച്ചുണ്ട്. ഭാരതത്തെ സംബന്ധിച്ച്, ദേശീയതയെ സംബന്ധിച്ച് എല്ലാ അർത്ഥത്തിലും അവകാശപ്പെടാൻ നായർ സർവീസ് സൊസൈറ്റി അവകാശമുണ്ട്. യാതൊരു സംശയം വേണ്ട കാര്യത്തിൽ. NSS ഹിന്ദു കോളേജിന് പേരിട്ടു ഹിന്ദു കോളേജ്. നമ്മളാണ് പേരിട്ടത് NSS ഹിന്ദു കോളേജ്. മഹാത്മാഗാന്ധി എന്ന രാഷ്ട്രപിതാവിനെ സ്മരിച്ചുകൊണ്ട് MG കോളേജ് നമ്മൾ പേരിട്ടു. മട്ടന്നൂരുള്ള പഴശ്ശിരാജ അവിടെ നമ്മൾ ആ പേര് നാമകരണം ചെയ്തുകൊണ്ട് ആ കോളേജിന് നാമകരണം ചെയ്തു. അങ്ങനെ എത്രയോ കോളേജുകൾ, സ്ഥാപനങ്ങൾ ദേശീയാടിസ്ഥാനത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ സ്മരിച്ചുകൊണ്ട് നമ്മൾ പേര് പോലും ഇട്ടിട്ടുണ്ട്. അത് ഇന്നോ ഇന്നലെയല്ല ഞാൻ പറഞ്ഞത്, വർഷങ്ങൾക്ക് മുമ്പിട്ട പേരുകളാണ് പറഞ്ഞത്. അപ്പം അന്ന് തൊട്ടേ നമുക്ക് ദേശീയ കാഴ്ചപ്പാടുണ്ട്. ഭാരതത്തെ സംബന്ധിച്ച് ഒരു ദേശീയ കാഴ്ചപ്പാടുണ്ടതാ. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റിയെ സംബന്ധിച്ചതാ. പക്ഷേ മാറിയിരിക്കുന്നവരൊക്കെ ഓരോന്നൊക്കെ പറയും, അത് പറഞ്ഞോട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് MP ധർമാഗത കൈമൾ, ഭരണസമിതി അംഗങ്ങളായ AN ദിലീപ് കുമാർ, KP ചന്ദ്രഹാസൻ, S ശ്രീനിവാസൻ,
TG ബിജു, CC അനിൽകുമാർ, വനിതാ യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ സിന്ധു രാജീവ്, കോടിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റും കരയോഗം പ്രസിഡന്റുമായ സുരേഷ് ബാബു, കരിമണ്ണൂർ കരയോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രേംനാഥ്, ഇടവട്ടി കരയോഗം പ്രസിഡന്റ് നാരായണ മേനോൻ, ഉടുമ്പന്നൂർ പ്രസിഡന്റ് K മോഹനൻ, പൂമാല പ്രസിഡന്റ് മനോജ് കുമാർ B, ചാലങ്കോട് സെക്രട്ടറി TP ബാബു, പൂമാല പ്രസിഡന്റ് സിജു സുകുമാരൻ, KP നാരായണക്കുറുപ്പ്, KP ജയരാജ് എന്നിവർ സംസാരിച്ചു. യൂണിയൻ സെക്രട്ടറി R അനിൽകുമാർ സ്വാഗതവും വനിതാ യൂണിയൻ സെക്രട്ടറി പ്രസീത സോമൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. ചെറുവട്ടൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സമഗ്ര ശിക്ഷ കേരള പദ്ധതിയുടെ ഭാഗമായി താളം, ആട്ടവും പാട്ടും പ്രവർത്തനങ്ങൾ നടന്നു. പൂർവ്വ വിദ്യാർത്ഥിയും സംഗീതത്തിൽ ബിരുദധാരിയുമായ വൈഷ്ണവി പ്രസാദ് നാടൻപാട്ട് പാടി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ SMC ചെയർമാൻ റഷീദ് കവലക്കൽ അധ്യക്ഷത വഹിച്ചു. പൊതുയോഗത്തിനു ശേഷം താളമേളങ്ങളുടെ അകമ്പടിയോടെ ഗാനാലാപനം ഉണ്ടായിരുന്നു. രവീന്ദ്രൻ ചെങ്ങനാട്ട് വ്യത്യസ്തങ്ങളായ സംഗീത ഉപകരണങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. പ്രാദേശിക കഥകൾക്കും പാട്ടുകൾക്കും താളാത്മക പ്രവർത്തനങ്ങൾക്കും ഇത്തരത്തിൽ താളത്തിലധിഷ്ഠിതമായ പ്രീ സ്കൂൾ അനുഭവ പ്രവർത്തനങ്ങളിൽ വലിയ പ്രാധാന്യമുണ്ട്. ഈ ലക്ഷ്യത്തോടെയാണ് ചെറുവട്ടൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സമഗ്ര ശിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി താളം, ആട്ടവും പാട്ടും സംഘടിപ്പിച്ചത്. പൂർവ്വ വിദ്യാർത്ഥിയും സംഗീതത്തിൽ ബിരുദധാരിയുമായ വൈഷ്ണവി പ്രസാദ് നാടൻ പാട്ടുപാടി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ SMC ചെയർമാൻ റഷീദ് കവലക്കൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ അഞ്ജു വിപിൻ സ്വാഗതം ആശംസിച്ചു. വാർഡ് മെമ്പർ ഷറഫിയ ഷിഹാബ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാന അധ്യാപകൻ KAH സൈനുദ്ദീൻ ഉത്സവ പ്രതീതി ജനിപ്പിക്കുന്ന അഭിനയ ഗാനം പാടി അവതരിപ്പിച്ചുകൊണ്ട് പദ്ധതി വിശദീകരണം നടത്തി. അധ്യാപകരായ സിജു KK, പ്രസന്നകുമാരി, അൻസ KA, അഞ്ജു ജോർജ്, ജിൻസി, ഫഹദ്, മേഘ തുടങ്ങിയവർ നേതൃത്വം നൽകി. പൊതുയോഗത്തിന് ശേഷം താളമേളങ്ങളുടെ അകമ്പടിയോടെ ഗാനാലാപനം ഉണ്ടായിരുന്നു. രവീന്ദ്രൻ ചെങ്ങനാട്ട് വ്യത്യസ്തങ്ങളായ സംഗീത ഉപകരണങ്ങളും അവ ഉണ്ടാക്കുന്ന വിധവും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ഹസീന സലീം, ഷഹന ഹബീബ്, ചെറുവട്ടൂർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് സനിൽകുമാർ, മനുപ്രസാദ്, അനു ചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വെൺമണി പട്ടേക്കുടി പഞ്ചമല ദേവസ്വം ഭഗവതി മഹാദേവ ക്ഷേത്രത്തിൽ 3 ദിവസങ്ങളിലായി നടത്തിവന്ന ഉത്സവാഘോഷം സമാപിച്ചു. പകൽപൂര ഘോഷയാത്ര, സ്പെഷ്യൽ തായമ്പക, നൃത്താവിഷ്കാരങ്ങൾ, മ്യൂസിക് ഫ്യൂഷൻ, ദേവീദേവരൂപ നൃത്തങ്ങൾ, വാദ്യമേളങ്ങൾ, കാവടി, താലപ്പൊലി, കുട്ടികളുടെ കലാപരിപാടികൾ, ഗായിക റിമി ടോമി നയിച്ച കൊച്ചിൻ നവദർശിനിയുടെ ഗാനമേള എന്നിവ പകൽപൂരത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. വെൺമണി പട്ടേക്കുടി പഞ്ചമല ദേവസ്വം ഭഗവതി മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന പഞ്ചമല പൂരം ദേശോത്സവം ഭക്തർക്ക് വേറിട്ട അനുഭവമായി. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ജനസഹസ്രങ്ങളാണ് പകൽപൂരത്തിന് എത്തിച്ചേർന്നത്. ഗജമികവിന്റെ അഴക് വിളിച്ചോതുന്ന ഗജരാജാക്കന്മാരായ തൊടുപുഴ ഉണ്ണികൃഷ്ണൻ, വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി, ചിറയ്ക്കൽ ഗണേശൻ എന്നീ ഗജവീരന്മാരാണ് പകൽപൂര ഘോഷയാത്രയിൽ ദേവീദേവന്മാരുടെ പൊൻതിടം പേറ്റിയത്. ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച പകൽപൂര ഘോഷയാത്രയിൽ വാദികുലപതി കലാനിലയം അനിൽമാരാറും 66ഓളം കലാകാരന്മാരും അണിനിരന്ന സ്പെഷ്യൽ തായമ്പക, നൃത്താവിഷ്കാരങ്ങൾ, മ്യൂസിക് ഫ്യൂഷൻ, ദേവീദേവരൂപ നൃത്തങ്ങൾ, വാദ്യമേളങ്ങളും കാവടിയും താലപ്പൊലിയും പകൽപൂരത്തിന് മിഴിവേറിയ അനുഭവമായി.
ക്ഷേത്രം തന്ത്രി ചെങ്ങന്നൂർ എഴുന്തോലിൽ മഠം സതീശൻ ഭട്ടതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി ചേർത്തല സുമിത്ത് തന്ത്രികൾ, ക്ഷേത്രം ശാന്തിമാരായ രാജപ്പൻ ശാന്തി, ചെല്ലപ്പൻ ശാന്തി, മറ്റ് താന്ത്രിക ശ്രേഷ്ഠന്മാർ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്ര ചടങ്ങുകൾ നടന്നത്. സഹസ്രദീപ കാഴ്ച, ദേശ ഇളനീറാട്ടം, മഹാശിവരാത്രി പൂജ, നവകലശാഭിഷേകം, കുട്ടികളുടെ കലാപരിപാടികൾ, ബാലെ, ഗായിക റിമി ടോമി നയിച്ച കൊച്ചിൻ നവദർശിനിയുടെ ഗാനമേള എന്നിവയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, വെൺമണി. KPSTA കോതമംഗല വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. KPSTA വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് റോയി മാത്യു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TU സാദത്ത് മുഖ്യപ്രഭാഷണം നടത്തി. പൊതുയോഗത്തിന് ശേഷം അധ്യാപകരുടെ സംഗീത വിരുന്നും ഉണ്ടായിരുന്നു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കോതമംഗലം വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിലാണ് യാത്രയയപ്പ് സമ്മേളനം നടത്തിയത്. കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപക മേഖല വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ഈ യാത്രായയപ്പ് സമ്മേളനം ഇവിടെ നടത്തുന്നത്. കാരണം നമുക്കറിയാവുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് അധ്യാപകർക്ക് ശമ്പളം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെതിരെ കരുത്ത പ്രതിരോധം തീർത്തുകൊണ്ട് രംഗത്തിറങ്ങിയ സംഘടനയാണ് KPSTA. മറ്റ് ഭരണകക്ഷി സംഘടനകളൊക്കെ ഈ ശമ്പള നിഷേധത്തിനെതിരെ ഒന്നും പ്രതികരിക്കാതെ നിന്നപ്പോൾ അധ്യാപകരുടെ പക്ഷ നിലപാടുകളുമായി ഏറ്റവും മുൻപതിൽ നിന്നുകൊണ്ട് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആനുകൂല്യങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധതരം സ്കോളർഷിപ്പുകളൊക്കെ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ്. അതുപോലെ ഉച്ചഭക്ഷണത്തിന് ഫണ്ടുകളൊന്നും അനുവദിക്കുന്നില്ല. മറ്റ് കാര്യങ്ങളിലൊക്കെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ മേഖലകളും പിന്നോക്കം പോകുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് പോരാടുന്ന പ്രസ്ഥാനമായി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ മുന്നോട്ട് പോകുകയാണ്. KPSTA വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് റോയി മാത്യു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TU സാദത്ത് മുഖ്യപ്രഭാഷണം നടത്തി. മുൻ നഗരസഭാ ചെയർമാൻ VV കുര്യൻ, ജില്ലാ സെക്രട്ടറി അജിമോൻ പൗലോസ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വിൻസെന്റ് ജോസഫ്, സംസ്ഥാന കൗൺസിലർ സെലിന ജോർജ്, ഷാജു KL, ബേബി അറയ്ക്കൽ, ജോൺ പി പോൾ, സിസ്റ്റർ റിനി മരിയ, സോജൻ മാത്യു, ബിജു വർഗീസ്, സിജു ഏലിയാസ്, എൽദോ സ്റ്റീഫൻ, ബേസിൽ ജോർജ്, മിനി MM, ദീപ ജോസ്, ബോബിൻ ബോസ്, രാജേഷ് പ്രഭാകർ എന്നിവർ പ്രസംഗിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന മിനിമോൾ തോമസ്, മിനിമോൾ P, ജെസി പോൾ, ലിറ്റി ജോർജ്, ഷെൽവി TP, സോളി മാത്യു, സുബൈദ KM എന്നിവർ മറുപടി പ്രസംഗങ്ങൾ നടത്തി. അധ്യാപകരുടെ സംഗീത വിരുന്നും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കേരള കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനം KCRM തൊടുപുഴ യൂണിറ്റ് പൊതുയോഗം തൊടുപുഴ പെൻഷൻ ഭവനിൽ ചേർന്നു. സഭാ നേതൃത്വത്തിന്റെ അനീതികളെ വിമർശിക്കുകയും സഭാ നവീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടതിന്റെ പേരിൽ താമരശ്ശേരി രൂപതയിൽ ശിക്ഷണ നടപടികൾക്ക് വിധേയനായ ഫാദർ അജി പുതിയാംപറമ്പിൽ യോഗത്തിലെ ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും നടത്തി. കേരള കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനം തൊടുപുഴ യൂണിറ്റ് പൊതുയോഗം തൊടുപുഴ പെൻഷൻ ഭവനിൽ ചേർന്നു. വിശ്വാസ വഴിയിൽ നിന്നും വ്യതിചലിക്കുന്ന സഭയുടെ നവീകരണം, സഭാ നേതൃത്വത്തിനിടയിൽ വർദ്ധിച്ചു വരുന്ന അനീതി, കുർബാന തർക്കങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ KCRM പ്രമേയം അവതരിപ്പിച്ചു. സഭാ നേതൃത്വത്തിന്റെ അനീതികളെ വിമർശിക്കുകയും സഭാ നവീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന്റെ പേരിൽ താമരശ്ശേരി രൂപതയിൽ ശിക്ഷണ നടപടികൾക്ക് വിധേയനായ ഫാദർ അജി പുതിയാപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഞാൻ സഭയെ സ്നേഹിക്കുന്നു. ഈ സഭയുടെ മുഴുവൻ സംവിധാനങ്ങളിൽ അത് നന്നായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ സഭയുടെ ഇന്നത്തെ അർച്ചയും അത് സർവ്വമലബാർ സഭയ്ക്ക് മാത്രമല്ല, അത് മലങ്കര സഭയ്ക്ക് ഇതുപോലെ തന്നെയാണ്, ലത്തീൻ സഭയ്ക്ക് ഇതുപോലെ തന്നെയാണ്, മറ്റ് ഓർത്തഡോക്സ് യാക്കോബായ സഭയ്ക്കോ മാർത്തോമ സഭയ്ക്കോ ഒക്കെ ഇതുപോലെയൊക്കെ തന്നെയാണ്. അവിടെ എല്ലാ ഈ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇതിന്റെ ജീർണത അതിന്റെ ഒരു പരമകാഷ്ഠയിൽ എത്തിയിരിക്കുക. ഇന്ന് ജീർണത അതിന്റെ ഒരു പൂർണ്ണ രൂപം പ്രാപിച്ചിരിക്കുക. ഈ ജീർണത ഇതുപോലെ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഒരു വലിയ തകർച്ചയിലേക്ക് പോകും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഈ ജീർണതയ്ക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിൽ കുറച്ചു നാളായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 1.5-2 വർഷമായിട്ട് ഞാൻ കഴിഞ്ഞ മെയ് 13-ാം തീയതിയാണ് ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തത്. എന്നാൽ തീരുമാനമല്ല, ഇംപ്ലിമെന്റ് ചെയ്തത്. അതിനുമ്പോൾ 1.5-2 വർഷമായിട്ട് എന്റെ ചിന്ത എന്റെ ഉള്ളിലുണ്ട്. ഇങ്ങനെ പോയാൽ പറ്റില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്യണം.
അപ്പൊ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു, വായിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രാർത്ഥനയുടെയും ചിന്തയുടെയും ഒക്കെ ഫലമായിട്ട് ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യമാണിത്. ഈ ദൗത്യത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ബിഷപ്പ് അതിന്റെ രീതിയിലുള്ള ആക്ഷനൊക്കെ എടുക്കുന്നുണ്ട്, ധാരാളം എടുക്കുന്നുണ്ട്, എഴുത്തുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നതും നിയമവിരുദ്ധമാണ്. KCRM സംഘടനാ സ്ഥാപനം ഗ്രന്ഥകാരനുമായ ജോർജ് മൂലേച്ചാലിയെ സഭാ നവീകരണ രംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സംഘടന ആദരിച്ചു. KCRM പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് പാലിയത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഷൈജു ആന്റണി, ജോർജ് മൂലേച്ചാലിൽ, ജോർജ് ജോസഫ്, റിജി ഞള്ളാനി, അഡ്വക്കേറ്റ് ജോസ് ജോസഫ്, പ്രൊഫസർ PC ദേവസ്യ, CV ജോർജ്, ജോസഫ് കാലായിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം MLAയുടെ ആസ്തി വികസന ഫണ്ട് 3.5 കോടി രൂപ ചെലവഴിച്ചുള്ള കനാൽ ബണ്ട് നവീകരണത്തിന് തുടക്കമായി. ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് JC സാജു അധ്യക്ഷത വഹിച്ചു. മെയിൻ കനാൽ, ഹൈ ലെവൽ, ലോ ലെവൽ, ബ്രാഞ്ച് തുടങ്ങിയ കനാൽ ബണ്ടുകളാണ് കോതമംഗലം MLAയുടെ ആസ്തി വികസന ഫണ്ട് 3.5 കോടി രൂപ ചെലവഴിച്ച് നവീകരിക്കുന്നത്. നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. നിലവിൽ കനാലുകളുടെ മെയിൻ്റനൻസും മറ്റു പ്രവർത്തനങ്ങളുമാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കനാൽ ബണ്ടുകളെല്ലാം സഞ്ചാരയോഗ്യമല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു നിലവിലുള്ളത്. പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് JC സാജു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജെയ്സൺ ദാനിയൽ, ബ്ലോക്ക് മെമ്പർ ലിസി ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ SM മലിയാർ, സിജി ആന്റണി, ലത ഷാജി, ലാലി ജോയി, PVIP അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PK മുഹമ്മദ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ പൗർണമി ചന്ദ്രൻ, പൊതുപ്രവർത്തകരായ PM മുഹമ്മദ് അലി, ബിജു P നായർ, ആന്റണി പുല്ലൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ അവബോധന ക്ലാസും സൗജന്യ അസസ്മെന്റ് ക്യാമ്പും നടത്തി. വാഴവര സെന്റ് മേരീസ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ജിജിമോൾ മാത്യു ഉദ്ഘാടനം ചെയ്തു. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന വനിതാ വിഭാഗം കോർഡിനേറ്റർ ശ്യാമ സൂര്യലാൽ അധ്യക്ഷത വഹിച്ചു. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ വിയാനി സെന്റർ ഫോർ ചൈൽഡ് ഡെവലപ്മെന്റിന്റെയും റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെയും സഹകരണത്തോടെയാണ് മാതാപിതാക്കൾക്കായി അവബോധന ക്ലാസും കുട്ടികൾക്കായി അസസ്മെന്റ് ക്യാമ്പും സംഘടിപ്പിച്ചത്. കട്ടപ്പന റോട്ടറി ക്ലബ് ഹെറിറ്റേജിൽ ഹാളിൽ വെച്ച് വാഴവര സെന്റ് മേരീസ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ജിജിമോൾ മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏതാണ് എന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ചും ഈ ഇലക്ഷനിലൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിരത്താനുണ്ടാവും. എന്നാൽ ഞാൻ പറയുന്നു, ഇന്ന് കേരളവും ഇന്ത്യയും ലോകവും ഒക്കെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഓരോ ദിവസവും കുറഞ്ഞു വരുന്ന മാനസിക ആരോഗ്യമാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കണ്ടെത്തുക മാനസിക ആരോഗ്യമില്ലാത്ത കുറച്ച് ആളുകളാണ്. മാനസികമായ തകർച്ച നേരിടുന്ന കുറച്ച് ആളുകളാണ്. സമൂഹം നേരിടുന്ന എല്ലാ വെല്ലുവിളികളുടെയും അടിസ്ഥാനം നമ്മുടെ നഷ്ടപ്പെട്ടു പോകുന്ന മാനസികാരോഗ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിന് വളരെയേറെ പ്രസക്തിയുണ്ട്. നമ്മൾ കുട്ടികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയും. സ്കൂളിൽ പലപ്പോഴും പ്രശ്നങ്ങളുള്ള കുട്ടികളെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ അവരെ ചേർത്ത് നിർത്തി ചോദിക്കുമ്പോൾ നമ്മൾ അറിയുന്ന വീട്ടിലെ കലുഷിതമായ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ജീവിത സാഹചര്യങ്ങൾ മാറിയത്, കൂട്ടുകുടുംബങ്ങൾ അണുകുടുംബങ്ങൾ കൊണ്ട് അണുകുടുംബങ്ങളായി മാറിയത്, നമ്മുടെ ഭക്ഷണ രീതികൾ മാറിയത്, നമ്മുടെ ടെക്നോളജി കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്, ഇതൊക്കെ ഒരുപക്ഷെ മാനസികാരോഗ്യം തകരാറിലാക്കാനായിട്ട് കാരണമായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, കുട്ടികൾക്കല്ല ഇതിലൊരു കൗൺസിലിംഗ് ആവശ്യമുള്ളതോ ചികിത്സ ആവശ്യമുള്ളതോ, മറിച്ച് മാതാപിതാക്കൾക്കാണ്. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന വനിതാ വിഭാഗം കോർഡിനേറ്റർ ശ്യാമ സൂര്യലാൽ അധ്യക്ഷത വഹിച്ചു. വൊസാഡ് കെയർ വർക്കറും സാമൂഹിക പ്രവർത്തകയുമായ അനു സിജോ, ബിയാനി സെന്റർ ഫോർ ചൈൽഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ ബിഞ്ചു മോൾ ജോസ്, റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് പ്രസിഡന്റ് വിജി ജോസഫ്, സെക്രട്ടറി ഷിനു ജോൺ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സോജൻ ജോർജ്, ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോഷി മണിമല, ജനറൽ സെക്രട്ടറി S സൂര്യലാൽ, വർക്കിംഗ് പ്രസിഡന്റ് സിജോ എവറസ്റ്റ്, രക്ഷാധികാരി KV വിശ്വനാഥൻ, ആതിര ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. കുട്ടികളിലെ സംസാര വൈകല്യം, പഠന വൈകല്യം, സ്വഭാവ വൈകല്യം തുടങ്ങിയ വിഷയങ്ങളിലാണ് വിദഗ്ധർ മാതാപിതാക്കൾക്കായി അവബോധന ക്ലാസും കുട്ടികൾക്കായി അസസ്മെന്റ് ക്യാമ്പും സംഘടിപ്പിച്ചത്. പരിപാടികൾക്ക് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന ഭാരവാഹികളായ ടോമി ആനിക്കാമുണ്ട, ജോൾസൺ K ജോസ്, ഷിനോയ് കാവുങ്കോട്ട്, ജാക്സൺ സ്കറിയ, JB ജോസഫ്, SG മനോജ്, ശ്രീജിത്ത് മോഹൻ, ജോൺ സജി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കുമാരനാശാന്റെ ചരമശതാബ്ദിയോട് അനുബന്ധിച്ച് അരിക്കുഴ ഉദയ ലൈബ്രറിയിൽ കുമാരനാശാൻ സ്മൃതി സായാഹ്നം സംഘടിപ്പിച്ചു.
പരിപാടിയുടെ ഉദ്ഘാടനം മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടോണി കുര്യാക്കോസ് നിർവഹിച്ചു. രഞ്ജിത്ത് ജോർജ് പാലക്കാട്ട് വിഷയാവതരണം നടത്തി. ഉദയ YMA ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ കുമാരനാശാന്റെ ജീവിതം, കാവ്യലോകം എന്നിവയെ ആസ്പദമാക്കി കുമാരനാശാൻ സ്മൃതി സായാഹ്നം സംഘടിപ്പിച്ചു. കുമാരനാശാന്റെ ചരമശതാബ്ദിയോടനുബന്ധിച്ചാണ് സ്മൃതി സായാഹ്നം ഒരുക്കിയത്. മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടോണി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. രഞ്ജിത്ത് ജോർജ് പാലക്കാട്ട് വിഷയാവതരണം നടത്തി. TK ശശിധരൻ, KS തങ്കപ്പൻ, ഷിബു രവീന്ദ്രൻ, NJ മാത്യു, പാപ്പിക്കുട്ടിയമ്മ, ലൈബ്രറി പ്രസിഡന്റ് സിന്ധു വിജയൻ, സെക്രട്ടറി അനിൽ MK എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ജിനദേവൻ ധർമ്മരശ്മി ചൊരിയും നാളിൽ ഉത്തര മധുരപുരി ഉത്തരോപാന്തത്തിലുള്ള വിസ്തൃത രാജവിധിതൻ കിഴക്കരികിൽ കാളിമ കാളുന്ന ഭസേ ഉമ്മ വയ്ക്കും വെൺമാനോജ്ഞ. സ്നേഹഗായകൻ, ആശയഗംഭീരൻ എന്നുള്ള പേരുകളെല്ലാം അറിയപ്പെടുന്ന ആ വിശേഷണങ്ങളെല്ലാമുള്ള ആ കവി നമുക്ക് നഷ്ടമായി. എങ്കിലും അദ്ദേഹം രചിച്ച ഖണ്ഡകാവ്യങ്ങളിലൂടെ അദ്ദേഹം ഒരു മഹാകവിയായി, ആധുനിക കവിത്രയത്തിലെ മഹാകവികളിലെ ത്രയം, ആശാനുള്ളൂർ, വള്ളത്തോൾ എന്ന ത്രയത്തിലെ അതിഗംഭീരനായ കവിയായി മലയാള ഭാഷയുള്ള ആ ചിരകാലവും നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ബ്യൂറോ, അരിക്കുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ K ഗോപിനാഥ് അനുസ്മരണവും അവാർഡ് ദാനവും പ്രസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. പോലീസ് മുൻ IG S ഗോപിനാഥ് IPS ഉദ്ഘാടനവും അവാർഡ് ദാനവും നിർവഹിച്ചു. കൈകാലുകൾ ബന്ധിച്ച് വേമ്പനാട്ട് കായൽ നീതി കടന്ന് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ 7ാം ക്ലാസ് വിദ്യാർത്ഥി അഫ്സൽ റിയാനെ ആന്റണി ജോൺ MLA അനുമോദിച്ചു. തൊടുപുഴ താലൂക്ക് NSS യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധ കരയോഗത്തിലെ അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കരിമണ്ണൂർ മേഖലാ സമ്മേളനം നടത്തി. NSS ഡയറക്ടർ ബോർഡ് മെമ്പറും പൊൻകുന്നം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് MS മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. വെൺമണി പട്ടയക്കുടി പഞ്ചമല ദേവസ്വം ഭഗവതി മഹാദേവ ക്ഷേത്രത്തിൽ 3 ദിവസങ്ങളിലായി നടത്തിവന്ന ഉത്സവാഘോഷം സമാപിച്ചു. KPSTA കോതമംഗലം വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.